ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളും ആളുടെ അമ്മ തുടങ്ങിയേക്കുന്ന ഒരു സംരംഭം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. ഇനോഗ്രേഷൻ ആയിരുന്നു ഇന്ന്. രാവിലെ എത്താൻ പറ്റിയില്ല, ഇവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ, അങ്ങനെ പരിപാടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ വരാൻ പറ്റിയില്ല. അപ്പോൾ രാത്രിയായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്, കട പൂട്ടാറായി, അപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളാരാണ്, എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, കട എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ആള്. എടാ മാസി ജസ്റ്റ് ഒന്ന് താത്തിയടാ, ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. എവിടെയൊക്കെ കണ്ടേലേ പറ്റുന്നില്ല. തിരിച്ചു വെച്ചോ. ഈ മാടത്ത് കിളി എന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, മമ്മൂക്കയുടെ കൂടെയുള്ള, അത് ഇവനാണ്. നിർത്തി അപമാനിക്കും. എടാ നല്ല കാര്യമല്ലേ പറഞ്ഞത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് കൂടാണ്ട് ബഡി എന്ന് പറഞ്ഞ സിനിമയില് അവൻ മെയിൻ റോളായിരുന്നു. വേറെ പടങ്ങളുടെ പേരൊക്കെ നീ പറഞ്ഞേ, ഞാൻ വല്ല മിസ്സാക്കിയാ. ബ്ലാക്ക് ബട്ടർഫ്ലൈസിന്റെ ഒറിജിനൽ പടത്തിന്റെ പേരെന്തായിരുന്നു? വഴക്ക്. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് ഇവൻ 2 റോളും ചെയ്തതാണ് കേട്ടോ. മറ്റേല് വില്ലനും ഇതില് നായകനും മലയാളത്തില് അങ്ങനെ ചെയ്ത ഒരു മച്ചാനാണ്. അപ്പൊ അതിന് മുന്നേ നിന്നെ എങ്ങനെ പരിചയം എന്ന് പറയണമല്ല, ഇവൻ എനിക്ക് കുഞ്ഞുനാളിലെ പരിചയമുണ്ട്. അതെങ്ങനെ പരിചയപ്പെടുന്ന എനിക്ക് കഴിഞ്ഞാൽ അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവൻ എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ, ഇവളുടെ സീനിയർ ആയിരുന്നു സ്കൂളിൽ, ഇവൻ്റെ ചേച്ചിയും ഇവളുടെ സീനിയർ ആയിരുന്നു. ഞങ്ങളൊരു ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സീനൊക്കെയാണ്. അപ്പോൾ നിൻ്റെ അമ്മ തുടങ്ങിയിരിക്കുന്ന സംരംഭം ഒന്ന് പറഞ്ഞ എന്താണെന്നുള്ളത്. 1 year ആയിട്ട് നമ്മളുണ്ടോ തയ്യൽപുര എന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് എൻ്റെ ഓൾ ഇൻ ഓൾ. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇനോഗ്രേഷൻ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇനി അവനെ ഇവിടെ കാണൂല കേട്ടോ, ഇവനെ തപ്പി വരണ്ട, അത് വേറെ കേസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അവന്റെ അമ്മയുടെ ബൊട്ടീക്ക് എന്നല്ലടാ പറയേണ്ടത്. ഓക്കെ, സ്റ്റിച്ചിങ് കൊണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ അത് കാണിച്ചു തരാം കേട്ടാ. ആളെ മനസ്സിലായെന്ന് വിചാരിക്കണം. മിഥുൻ മുരളി എന്നാണ് അവന്റെ പേര്. അവന്റെ ചേച്ചിയും വളരെ ഫേമസ് ആണ്, മൃദുല മുരളി. രണ്ടുപേരും സിനി ആർട്ടിസ്റ്റ് ആണ്. ഒരുപാട് സിനിമകളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. തയ്യൽപുര എന്നാട്ടോ ഇതിൻ്റെ പേര്. സൈഡിലായിട്ട് സ്റ്റിച്ചിങ് യൂണിറ്റ്, അത് പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് മൃദുലയും ഇതിൻ്റെയും അമ്മ കേട്ടോ. ആൻറ്റി ഒരു ഹായ് പറഞ്ഞു തരാം എല്ലാവരോടും. ആൻറ്റിയുടെ ആണ് ഇത് ഹാർട്ട് ആൻഡ് സോള്. അപ്പോൾ എന്താണ് തയ്യൽപുര? തയ്യൽപുര തുടങ്ങിയിട്ട് നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ നെക്സ്റ്റ് ഷോപ്പാണ് ഇത്, സ്റ്റേഡിയം ലിങ്ക് റോഡില്. അത് കുറച്ചും കൂടി വൈഡ് ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ എന്താണ് വ്യത്യാസം ഉള്ളത്? വ്യത്യാസം എന്ന് പറയാനായിട്ട് കുറച്ചും കൂടിയും സ്റ്റോക്ക് കൂടുതലുണ്ട്. ഡ്രസ്സുകളെല്ലാം ബ്രൈഡൽ വെയറും പാർട്ടി വെയർസും ആണ് കൂടുതൽ നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടി വൈഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വലിയൊരു ഷോപ്പൊക്കെ എടുത്തിട്ട് ആക്കിയത്. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ടൈപ്പ് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യും? എല്ലാ ഡ്രസ്സും, ഗൗണ്, ലെഹങ്ക, ബ്ലൗസ്, പിന്നെ സൽവാർ, കസ്റ്റമൈസിങ്. ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കണം എന്നില്ല. നമ്മൾ പുറത്തുനിന്ന് വരുന്നവര് കൊണ്ടുവന്നാൽ അത് അവരുടെ എല്ലാ ഡ്രസ്സും നമ്മൾ തയ്ച്ചു കൊടുക്കും. അവര് മെറ്റീരിയൽ കൊണ്ടുവന്നാൽ നമ്മൾ തയ്ച്ചു കൊടുക്കും. ഇപ്പൊ ഇമീഡിയറ്റ് സ്റ്റിച്ചിങ് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടോ? നമ്മൾ 1 hour സ്റ്റിച്ചിങ് അങ്ങനെയില്ല. നമ്മൾ അങ്ങനെ പക്ഷെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ 2 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ എമർജൻസികളൊക്കെ കൊടുക്കും. സ്റ്റിച്ചിങ് എമർജൻസി ചാർജ് ഒന്നും വാങ്ങിക്കാറില്ല. ഓ ശരി. നോർമൽ റേറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാത്തരം മെറ്റീരിയലും അതുപോലെ ഡൈ ചെയ്യുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടോ? അതുകൊണ്ടല്ലേ. പിന്നെ എന്താ പറയാ, ഹാൻഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഡയബിൾ ഫാബ്രിക്സ് ഇഷ്ടംപോലെ ഉണ്ട് നമുക്കിപ്പോ. പിന്നെ അധികം അജ്രക് പ്രിന്റ്സ്, ഈ അജ്രക് ദുപ്പട്ടാസ്, അതിലൊക്കെയാണ് കൂടുതലും നമുക്ക്. ഇപ്പൊ പൊതുവെ ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്നത് എന്താണ്? ഇപ്പൊ അജ്രക് ഡയബിൾ മെറ്റീരിയലും. ഓ ശരി. ജോർജറ്റിൽ തന്നെ പല ടൈപ്പ് ഗൗണ് അങ്ങനെ അതൊക്കെ ആണ് ഇപ്പൊ കൂടുതൽ മൂവിങ്. ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ഇപ്പൊ ഗൗണിനാണല്ലേ? ഗൗണിനൊക്കെയാണ് റിക്വയർമെന്റ്. ഗൗണും ക്രോപ്പ് ടോപ്പ്, ലെഹങ്ക, പാനൽ കട്ട്, സ്കേർട്സ് ഒക്കെ. ഇപ്പൊ പാർട്ടി വെയർ സാരീസ്, ഡിസൈനർ സാരീസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നതാണല്ലേ? ഡിസൈനർ സാരീസ് ഒക്കെ ചെയ്തു കൊടുക്കും. ഓക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ചുറ്റി നടന്ന് കണ്ടേക്കാം ഞങ്ങള്. കണ്ടോളൂ. അപ്പൊ മൃദുല ഇന്നിപ്പോ ഇവിടെ ഇല്ല. അപ്പൊ മമ്മി മൃദുലെ 2 പേരും ഓൺടർപ്രണേഴ്സ് ആണ്. അപ്പൊ മൃദുല ചെയ്യുന്ന സംഭവം എന്താണെന്ന് മമ്മി പറയോ? മൃദുല ചെയ്യുന്നത് പ്യുർ എലിയർ ജ്വല്ലറി പേരാണ്. പനമ്പള്ളി നഗറിലാണ് ചെയ്യുന്നത്. 4-5 വർഷമായിട്ട്. ഇത് കൂടാതെ ഇൻസ്റ്റഗ്രാമിലും പേജ് ഉണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതെടുത്ത് കണ്ടു നോക്കിയാൽ മതി. അതുപോലെ നമ്മുടെ തയ്യൽപുരയുടെയും ഇൻസ്റ്റഗ്രാം പേജ് ഉള്ളതല്ലേ? എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടോ? ഫേസ്ബുക്ക് എല്ലാത്തിലും ഉണ്ടോ?
ഇല്ല, ഇൻസ്റ്റഗ്രാമാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ശരിയാണ്, അത് വേറെ കേസ്. ഇതാണ് കഫ്താൻ. ഓക്കെ, ഇതൊക്കെ പേര് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ സാധനങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇവളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഇൻസ്റ്റഗ്രാമും അതും ഇതൊക്കെ എടുത്തിട്ട് ഇരുന്ന് അരിച്ചു കൊടുക്കലാണ്. ആ, ഞാൻ പേജ് കണ്ടിട്ടുണ്ടെന്നുള്ളു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല. പ്യുവർ എല്ലൂർ ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, അത് ലേഡീസ് അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പൊ നമുക്ക് കൈയോടെ കാണാൻ പറ്റിയില്ല എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ എടുക്കണെന്നുള്ളത്. ഓക്കെ ഓക്കെ, അത് ദുപ്പട്ടാസാണ് അതൊക്കെ. അങ്ങനെ അജറക് സിൽക്കും അജറക് ബന്ദേജ് സിൽക്കും. ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ മറന്നുപോയി, എന്ത് റേഞ്ചിലൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് ഇവിടെ? എല്ലാ റേഞ്ചിലും ഉണ്ട്, നമ്മൾ റീസണബിൾ റേഞ്ച്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 100 rupees മുതൽ സ്റ്റാർട്ട് ചെയ്യും. 100 rupees തൊട്ടുണ്ട്? ഓ, അത് ഭയങ്കര. അതെ അതെ, ഓ ഓക്കെ 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 ഓക്കെ, അത് കൊള്ളാം. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? കൊള്ളാം കൊള്ളാം. അല്ല, ചിലവർക്ക് അങ്ങനെ ഒരു ചിന്ത, അതായത് അത്യാവശ്യം നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്തൊരു കട കണ്ടു കഴിഞ്ഞാലേ അയ്യോ ഇവിടെ ഭയങ്കര പൈസ കൂടുതലായിരിക്കും, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ചിലവരിലുണ്ട്. ഓക്കെ ഓക്കെ, പാർട്ടി വെയർ നല്ല ബ്രൈഡൽ കല്യാണക്കാരെല്ലാരും 1 lakh. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഏത് ബഡ്ജറ്റിലും ഇവിടെ ഡ്രസ്സ് ഉണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. എത്ര ബഡ്ജറ്റിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് ബഡ്ജറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റ് ആവാം, അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിനനുസരിച്ചുള്ള എല്ലാ ബ്രൈഡ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. നമുക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് നിൽക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ബാക്ക് പെയിൻ ആയി പോയി. ഷോപ്പ് തുടങ്ങേണ്ട ഓരോരോ ഇതില് കുറെ വർക്ക്, ഇത്തിരി ഹാർഡ് വർക്ക് ആയിരുന്നു കുറെ ദിവസമായിട്ട്. അപ്പൊ ബാക്ക് പെയിൻ ആയതുകൊണ്ട് എഴുന്നേക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, എന്തായാലും ഹാർഡ് വർക്ക് ഹാസ് പെയ്ഡ് ഓഫ്, അങ്ങനെ വേണം പറയാൻ. പക്ഷേ ഞാൻ കയറി വന്നപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് കേട്ടോ. ഇപ്പം ഇവിടെ ഉള്ളവരെല്ലാവരും പോയി, ഒരുപാട് ജോലിക്കാരുള്ളതാണ്. പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും ഇവരെല്ലാവരും വീട്ടിൽ പോയി. പാതിരാത്രി വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞിങ്ങനെ കാണാൻ പറ്റിയെന്നുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഇവിടെ ഉണ്ട് കണ്ട. വളരെ പോപ്പുലർ ആയിട്ടുള്ള ജാപ്പനീസ് മെഷീൻസാണ് ജാക്ക് ബ്രദർ, പിന്നെ അങ്ങനെ കുറച്ച് കമ്പനീസാണ് ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കണേ കേട്ടോ. പക്ഷേ 2 ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അതാണ് ട്രയൽ റൂം, അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. പക്ഷേ അത് കറക്റ്റായിരുന്നു കേട്ടോ, അതൊന്നും ചെയ്യണ്ടല്ലോ, പ്രത്യേകിച്ച് കറക്റ്റല്ലേ, ഒന്നും ചെയ്യണ്ട, അതും കറക്റ്റാണ്. ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം, ഇവരുടെ അടുത്ത ഫാമിലി മെമ്പറാണ്. ഇതാണ് ഷിസു എന്ന ബ്രീഡിൽപ്പെട്ട ഡോഗാണ് കേട്ടോ. ഞാൻ അവർ ബുദ്ധിമുട്ടിക്കുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾ ക്യാമറ കണ്ടിട്ടാണ് കുറച്ച് അണ്ടർസ്റ്റ് ആവണത്. പക്ഷേ അപ്പോൾ അവർ കട ഇറക്കണതിൻ്റെ തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ല, ഞങ്ങളപ്പോൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ്റെ, എനിക്ക് അനിയനെ പോലെയാണ് അവൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ കട കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും വന്ന് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക. അതുപോലെ നേരത്തെ പറഞ്ഞവരൊരു കാര്യം എടുത്ത് പറയുകയാണ്, ഈ കടയുടെ ഭംഗിയും കാര്യങ്ങളും കണ്ടിട്ട് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു വിചാരം വേണ്ട. അത്യാവശ്യം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ കേട്ടല്ലോ 100 രൂപ തൊട്ടുള്ള മുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുക അല്ലേ, എത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവള് മേടിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ, ഏതാണെന്ന് ഊഹിക്കുക. ഒരെണ്ണം വാങ്ങിച്ചേക്കണത്. അപ്പോൾ നിങ്ങൾ അത് ഊഹിച്ച് അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏതാ വാങ്ങിച്ചിട്ടുണ്ടാവാൻ സാധ്യത എന്നുള്ളത് കേട്ടോ.